ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിലും നിയന്ത്രണങ്ങളിലും രൂക്ഷ വിമർശനങ്ങളുമായി ക്രൈസ്തവ സഭകൾ. ക്രിസ്മസ് സന്ദേശത്തിലൂടെയാണ് സഭാധ്യക്ഷന്മാർ വിമർശനവുമായി രംഗത്തെത്തിയത്. ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെയുള്ള ആക്രമണം വർദ്ധിക്കുന്നതായി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറഞ്ഞു. ആക്രമണങ്ങൾ തടയുന്നതിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ ഉണ്ടാകാത്തത് പ്രതിഷേധാർഹമെന്ന് CSI സഭാ ബിഷപ്പ് മലയിൽ സാബു കോശിച്ചെറിയാനും പ്രതികരിച്ചു. രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയാന്തരീക്ഷം ക്രിസ്മസ് ദിനത്തിന്റെ പ്രാധാന്യം തകർത്ത് കളയാൻ ശ്രമിക്കുന്നതായാണ് ക്രൈസ്തവ സഭകളുടെ വിമർശനം. ക്രിസ്മസ് ദിനത്തിന്റെ പൊലിമ കളയാൻ മറ്റാഘോഷങ്ങൾ പ്രഖ്യാപിക്കുന്നതായി പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ സംസാരിക്കവേ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ പറഞ്ഞു. ക്രിസ്മസിന്റെ ദിനത്തിന്റെ പ്രാധാന്യം തകർത്ത് കളയുവാൻ അനേകർ ശ്രമിക്കുമ്പോൾ, അതിന് പകരം മറ്റാഘോഷങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ അവരും നാമം തെറ്റിദ്ധരിക്കേണ്ട യേശുവിന്റെ രക്ഷിക്കുന്ന നാമം ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. ക്രൈസ്തവ വിശ്വാസികൾക്കെതിരായ ആക്രമണങ്ങൾ കൂടി വരുന്നതായി ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയും വിമർശിച്ചു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി ചടങ്ങിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. വിശ്വാസം പ്രഖ്യാപിക്കുന്നവരെയും ജീവിക്കുന്നവരെയും തടസ്സപ്പെടുത്തുവാനും വിശ്വാസികൾക്ക് നേരെ പല കാരണങ്ങളാൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നവരുടെയും എണ്ണവും ഇന്ന് നാം കൂടിക്കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്തരം ആക്രമണങ്ങൾ അപലപനീയമെന്ന് CSI സഭാ ബിഷപ്പ് മലയിൽ സാബു കോശിച്ചെറിയാൻ പ്രതികരിച്ചു. എല്ലാ മതസ്ഥർക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കൂട്ടിച്ചേർത്തു. മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴയ്ക്കുന്ന ഇന്നത്തെ നിലപാടിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ മാറണം എന്ന് കൃത്യമായി ക്രൈസ്തവ സഭകളും ആവശ്യപ്പെടുകയാണ്. ഏത് മതത്തിലെ ഏത് പരിപാടി ആയാലും അതിനെ നിന്ദിക്കരുത്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മതേതരത്വ രാജ്യമാണ്, എല്ലാ മതങ്ങളെയും സ്വീകരിച്ച രാജ്യമാണ്. ക്രിസ്മസ് ദിനത്തിലും ക്രൈസ്തവ സഭകൾ വേട്ടയാടുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകണമെന്നാണ് മാർ റാഫേൽ തട്ടിൽ നൽകിയ സന്ദേശം. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.